ഫസ്റ്റ് നമ്മൾ സിമ്മട്രിക് മെട്രിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സിമ്മട്രിക് മെട്രിക്സ്? സ്ക്വയർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് capital A is said to be a symmetric matrix if ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ സിമ്മട്രിക് മെട്രിക്സ് ആകാൻ കഴിയത്തുള്ളൂ. ആദ്യം തന്നെ അത് അവർ പറയുന്നുണ്ട്. അയാൾക്ക് ഒരു സിമ്മട്രിക് മെട്രിക്സ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അയാളെ തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും അയാളെ തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ നമ്മൾ അയാളെ സിമ്മട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. കഴിഞ്ഞു. സിമ്മട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. കാര്യം ഇതാണ് ഡെഫിനിഷൻ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എടുക്കുന്നു. 1 3 4 4. നമുക്ക് ഇയാളുടെ ട്രാൻസ്പോസ് എടുക്കാം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈ റോ എടുത്ത് ഞാൻ കോളമാക്കും, ഈ റോ എടുത്ത് അടുത്ത കോളമാക്കും. ഇയാളുടെ ട്രാൻസ്പോസ് തന്നെയല്ലേ അയാൾ? ഈക്വൽ ആയില്ലേ? മെട്രിക്സ് ഈക്വൽ ആയില്ലേ? സിമ്മട്രിക് ആയി. മെട്രിക് സിമ്മട്രിക്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ആദ്യത്തെ റോ എടുത്ത് കോളമാക്കാൻ പോവുകയാണ് 2 1 3. രണ്ടാമത്തെ റോ എടുത്ത് കോളമാക്കുകയാണ് 1 4 9. മൂന്നാമത്തെ റോ എടുത്ത് കോളമാക്കുകയാണ് 3 9 5. നോക്കുക, ഈ മെട്രിക്സിന് ഈക്വൽ തന്നെയല്ലേ ഈ മെട്രിക്സ്? കഴിഞ്ഞു. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അയാൾ തന്നെ ആവുകയാണെങ്കിൽ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക് മെട്രിക്സ്. അപ്പോ നമുക്ക് എങ്ങനെ സിമ്മട്രിക് മെട്രിക്സിന്റെ ചില പ്രത്യേകതകൾ ഇവിടെ തന്നെ നോട്ട് ചെയ്ത് നമ്മൾ പോകും. സിമ്പിൾ പരിപാടി. ഇവിടെ നോക്കണേ. ഈ 2x2 മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എൻട്രി നമ്മൾ പറയുന്നത് A11 എന്നാണ്. ഈ എൻട്രി A12. ഈ എൻട്രിയെ പറയുന്നത് A21. ഈ എൻട്രിയെ പറയുന്നത് A22. ഡയഗണലിലുള്ള ആൾക്കാരെ വിട്ടേക്കും. അതായത് A11 A22 A33 എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ വിട്ടേക്കും. ബാക്കിയുള്ള ആൾക്കാരെ നോക്കണേ. A11 A22 അവരെ മൈൻഡ് ചെയ്യണ്ട. ബാക്കിയുള്ള ആൾക്കാരെ നോക്കണം. A12 A21. A12 ഈ 1നെയും 2നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലാണ് T1 വരുന്നത്. അത് രണ്ടും ഈക്വൽ ആണ്. കണ്ടോ? 4 4. അത് രണ്ടും ഈക്വൽ ആണ്. 4 4. അതായത് A12 ഈക്വൽ ടു A21. ഇനി 3x3 മെട്രിക്സിലേക്ക് വരാം. 3x3 മെട്രിക്സ് വരുമ്പോൾ ഡയഗണൽ എൻട്രി നോക്കണ്ട, ഇയാളെ നോക്കാം. A12 ആദ്യത്തെ റോയിൽ രണ്ടാമത്തെ എൻട്രി 1 ആണ്. ആദ്യത്തെ റോയിലെ മൂന്നാമത്തെ എൻട്രി അത് 3 ആണ്. ഇനി ഇവിടെ നോക്കാം. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എൻട്രി 1 ആണ്. ഡയഗണലിൽ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. 9 നോക്കാം. രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എൻട്രി 9. അവസാനത്തെ റോയിലേക്ക് പോവാം. മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ എൻട്രി 3. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എൻട്രി 9. ശ്രദ്ധിക്കുക, A12 തിരിച്ചിട്ടാൽ A21 രണ്ട് ഈക്വൽ ആണ്. A13 തിരിച്ചിട്ടാൽ 31 രണ്ട് ഈക്വൽ ആണ്. A13 A31 ഈക്വൽ ആണ്. A23 തിരിച്ചിട്ടാൽ A32 ഈക്വൽ ആണ്. ഇതാണ് ഒരു സിമ്മട്രിക് മെട്രിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിമ്മട്രിക് മെട്രിക്സിന്റെ ഡെഫിനിഷനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ എന്താണ് പ്രത്യേകത? Aij ഈക്വൽ ടു Aj. ഒരു മെട്രിക്, ഒരു സ്ക്വയർ മെട്രിക് സിമ്മട്രിക് ആകണമെങ്കിൽ Aij ഈക്വൽ ടു Aji ആയിരിക്കണം. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. n/n മെട്രിക്സ് ആണ്. ഐയുടെയും ജെയുടെയും വാല്യൂ നിങ്ങൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നോളും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വീണ്ടും സെയിം എലമെന്റ് കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. A12 ഈക്വൽ ടു A21, A54 ഈക്വൽ ടു A45.
ആയിരിക്കും. അതൊരു കോയിൻസിഡൻസ് അല്ല, അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു നോർമൽ കാര്യം സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം. സിമെട്രിക് മെട്രിക്സിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് വേറൊരു കാര്യം, സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പരതി പോകരുത്. പെട്ടെന്ന് ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. എങ്ങനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെ എക്സാമ്പിൾ കണക്ട് ചെയ്യാം? ഞാനൊരു 3x3 മെട്രിക്സ് തന്നെ എടുക്കുകയാണ് കേട്ടോ. ഒരു 3x3 മെട്രിക്സ് തന്നെ എടുക്കുകയാണ്. പെട്ടെന്ന് ഒരു സിമെട്രിക് മെട്രിക്സ് എങ്ങനെ ഉണ്ടാകും? ഡയഗണലിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഏത് എലമെന്റ് വേണോ ഇടാം. ഡയഗണലിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഏത് എലമെന്റ് വേണോ ഇടാം. എന്നിട്ട് ശ്രദ്ധിക്കുക, ഡയഗണൽ അല്ലാത്ത സ്ഥലത്ത് ഞാൻ എലമെന്റ് കൊടുക്കുകയാണ് 5. അതേ എലമെന്റ് തന്നെ ഈ ഭാഗത്ത് കൂടെ കൊടുക്കണം. അതായത് ഓഫ് ഡയഗണലിൽ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ. അടുത്ത ഇവിടെ ഞാനൊരു 8 കൊടുക്കുകയാണ്. 8 ഓഫ് ഡയഗണലിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും, അവിടെയും 8 തന്നെ കൊടുക്കണം. ഇവിടെ ഒരു 4 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓഫ് ഡയഗണലിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും 4 തന്നെ കൊടുക്കുക. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. ഡയഗണലിൽ നിങ്ങൾക്ക് തോന്നുന്ന എലമെന്റ് കൊടുക്കും, ഐ ഡോണ്ട് മൈൻഡ്. പിന്നെ ബാക്കി ഡയഗണൽ അല്ലാത്ത ആൾക്കാരെ ഡയഗണലിൽ വെട്ടിയതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെട്ടണം. ഇയാള് ഇങ്ങനെ വെട്ടുക. ഈ 2 പൊസിഷനിൽ വരെ എലമെന്റ് 8 ഇങ്ങനെ വെട്ടുക. ഈ 2 പൊസിഷനിൽ ഓൾറെഡി ഡയഗണൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 2 പൊസിഷനിൽ വരെ എലമെന്റ്. അടുത്ത 4 ഈ എലമെന്റ് വെട്ടുക. 4 4 അവിടെ സെയിം എലമെന്റ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഞാൻ 4x4 മെട്രിക്സ് ചുമ്മാ എഴുതുകയാണ്. 4x4 മെട്രിക്സ് ഡയഗണലിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എലമെന്റ് കൊടുക്കാം. 1 2 5 4. ഇനി ഈ പൊസിഷൻ വേക്കന്റ് ആണ്, ഈ പൊസിഷനിൽ ഞാനൊരു എലമെന്റ് കൊടുക്കുന്നു 7. ആ എലമെന്റ് തന്നെ ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് ഈ പൊസിഷനിൽ നിന്ന് വരുമ്പോൾ ഇവിടെയാണ്. ഇവിടെ ഞാൻ 8 കൊടുക്കുന്നു, ഇപ്പുറത്ത് ഞാൻ 8 തന്നെ കൊടുക്കും. നെക്സ്റ്റ് വരുമ്പോ ഈ പൊസിഷനാണ്, ഈ പൊസിഷൻ 9. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയും ഞാൻ 9 തന്നെ കൊടുക്കും. ഇത് A14, ഇത് 4 1. അടുത്ത് ഇവിടത്തെ പൊസിഷനാണ്. ഇവിടത്തെ പൊസിഷൻ ഒരു -4 കൊടുക്കുന്നു. അതേ പൊസിഷൻ ഇവിടെ വരുമ്പോ -4. ഇത് രണ്ടാമത്തെ റോയില് മൂന്നാമത്തെ എൻട്രി, ഇത് മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ എൻട്രി. നെക്സ്റ്റ് ഇവിടെ ഞാൻ ഒരു എലിമെന്റ് കൊടുക്കുന്നു, ഒരു 10. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡയഗണൽ ഇങ്ങനെ വരുമ്പോ ഇവിടെയാണ് 10. രണ്ടാമത്തെ റോയിലെ നാലാമത്തെ എൻട്രി, നാലാമത്തെ റോയിലെ രണ്ടാമത്തെ എൻട്രി. ആൻഡ് ഫൈനലി ഇവിടെ ഞാൻ ഒരു 3 കൊടുക്കുന്നു, ഇവിടെ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിമെട്രിക് മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് അത്ര പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോസ് എടുത്തിട്ട് ഈക്വൽ ആണോ അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യും. കഴിയും. അത്രയേ ഉള്ളൂ സിമെട്രിക് മെട്രിക്സിനെ പറ്റി പറയാൻ അത്ര മാത്രമേ. നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സ്ക്യൂ, ഫോൾസ് എന്ന അർത്ഥത്തിലാണ്. Square matrix capital A is skew symmetric if A transpose equal to A ആവൂല, മൈനസ് A ആവും. A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആയിരുന്നെങ്കിൽ പുള്ളി എന്താവുമായിരുന്നു, സിമെട്രിക് ആയനെ. ഇവിടെ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -A. എക്സാമ്പിൾ നോക്കാം.
2x2 മെട്രിക്സ് ആണ് എടുക്കുന്നത്. 5ഉം -5ഉം പിന്നെ 0 0. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. 0 5 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, -5 0 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. സംഗതി ഇപ്പൊ നിങ്ങളുടെ ഒറിജിനൽ മെട്രിക്സിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ ആയില്ലേ? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 -5 ആവും, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5 +5 ആവും. അപ്പൊ ഞാൻ എഴുതും -0,5,-5,-0. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. 0 5 4 -5 0 2 -4 -2 0. ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. 0 5 4 താഴോട്ട് എഴുതുക, -5 0 2 -5 0 2 താഴോട്ട് എഴുതുക, -4 -2 0 താഴോട്ട് എഴുതുക, -4 -2 0 താഴോട്ട് എഴുതുക. നോക്കൂ, ഈ പർട്ടിക്കുലർ മെട്രിക്സിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോലെ ഇരിക്കുന്നത്. -5 ആവും, -4 ആവും, പിന്നെ -2 ആവും, പിന്നെ -5 -4 -2 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാവരും പോസിറ്റീവ് കഴിയും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി ഇതിന്റെ പ്രത്യേകതയെ പറ്റി ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഇവിടെ എന്താണോ എലമെന്റ് അതിന്റെ നെഗറ്റീവ് ആയിരിക്കും മറ്റേ ഡയഗണലിൽ വരുന്ന എലമെന്റുകൾ വരുന്നത്. മറ്റേ ഓഫ് ഡയഗണലിൽ വരുന്ന എലമെന്റുകൾ അതിന്റെ നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ 5 വരും. അപ്പൊ അതിന്റെ ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ് 5 അല്ല, അതിന്റെ നെഗറ്റീവ് ആണ് -5. ഇവിടെ 4 അതിന്റെ നെഗറ്റീവ് -4. ഇവിടെ 2 അതിന്റെ നെഗറ്റീവ് -2. ഇത് കോയിൻസിഡൻസ് അല്ല, അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ വളരെ വലിയൊരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു Aij ഈക്വൽ ടു -Aj. കഴിഞ്ഞ ഇതില് Aij ഈക്വൽ ടു -Ji, Aij ഈക്വൽ ടു Aji ആയിരുന്നു. ഇവിടെ അത് മാറും. Aij ഈക്വൽ ടു -Aj. നെഗറ്റീവ് വന്നു, നിങ്ങൾ അത് കണ്ടു. 5 -5. അതേപോലെ 5 -5 4 -4 2 -2. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I, J ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള രീതി വളരെ ഇമ്പോർട്ടന്റ് ആയ രീതി. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള രീതി. ഡയഗണൽ എല്ലാം കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. സിമെട്രിക്കിൽ അങ്ങനെയല്ല, എന്ത് വേണോ ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതല്ല ഇവിടത്തെ കാര്യം. ഇവിടെ എന്താണ് ഡയഗണൽ എല്ലാം നിർബന്ധമായും 0 ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഓഫ് ഡയഗണൽ എലമെന്റ് ഇവിടെ എഴുതുന്ന എന്താണോ അതിന്റെ നെഗറ്റീവ് ആണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ -4 എഴുതിയാൽ ഇവിടെ 4 എഴുതണം. ഇവിടെ നിങ്ങൾ -7 എഴുതിയാൽ ഇവിടെ 7 എഴുതണം. നെഗറ്റീവ് ആയിരിക്കണം ഇവിടെ എഴുതാൻ. അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കുന്ന രീതി അങ്ങനെ. കഴിഞ്ഞു. ഓക്കെ, അപ്പോ ആ കാര്യവും കഴിഞ്ഞു. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കാര്യവും കഴിഞ്ഞു. ആൻഡ് ഫൈനലി ഓർത്തോഗണൽ മെട്രിക്സ്. എന്താണ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ്? വളരെ സിമ്പിൾ ആയ ഒരാളാണ് ഓർത്തോഗണൽ മെട്രിക്സ്. A square matrix capital A is orthogonal if A inverse is equal to A transpose. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സും അതിന്റെ ട്രാൻസ്പോസും ഒരേയാളാണെങ്കിൽ, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സും അയാളുടെ ട്രാൻസ്പോസും സെയിം ആളാണെങ്കിൽ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സും അതിന്റെ
ട്രാൻസ്പോസും സെയിം ആളാണെങ്കിൽ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ മെട്രിക്സ്. നമുക്ക് ഇവിടെ നേരത്തെ രണ്ട് ആൾക്കാരിൽ എഴുതിയതുപോലെ ഇവിടെ ഒരു കണ്ടീഷൻ ഒന്നും എഴുതാനില്ല. ഇവിടെ ഒരു കണ്ടീഷൻ ഒന്നും എഴുതാനില്ല. മീൻസ് എ ഐ ജെ ഈക്വൾ ടു എ ജെ ഐ എന്ന് എഴുതിയതുപോലെ, പിന്നെ എ ഐ ജെ ഈക്വൾ ടു മൈനസ് എ ഐ ജെ എന്ന് എഴുതിയതുപോലെ ഒരു കണ്ടീഷൻ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഒരാള് പെട്ടെന്നൊരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാലും പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് നെറ്റിൽ നോക്കുമ്പോൾ ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഇഷ്ടംപോലെ എക്സാമ്പിൾ കാണാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തരും. പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു ഓർത്തോഗണൽ മെട്രിക്സിൽ മറ്റേ ആൾക്കാരെ എഴുതാൻ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ എഴുതാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഈ തരുന്ന എക്സാമ്പിൾ നോക്കുക. 2 1 2 -2 2 1 1 2 -2 the whole into 1/3 the whole into 1/3. ഇതാണ് ഒരു ഓർത്തോഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ. ഒരു ഓർത്തോഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ ഇവിടെ. നമുക്ക് ഇയാളുടെ ട്രാൻസ്പോസ് എടുത്തു നോക്കാം. അപ്പൊ 1/3 ഇൻറ്റു 1/3 എന്തായാലും കാണും. കാരണം മൊത്തത്തിൽ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ആണോ. 2 1 2 താഴേക്ക് ഏതാ 2 1 2. അടുത്ത റോ -2 2 1. അടുത്ത 1 2 -2 1 2 -2. ഇൻവേഴ്സ് ആണെങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അപ്പൊ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഞാൻ ചെയ്യുകയാണ്. 1/3 ഇൻറ്റു 1/3 ഞാൻ ഫ്രണ്ടിലേക്ക് എഴുതുന്നു. 1/3 ഇൻറ്റു 1/3. ബാക്കി 2 1 2 -2 2 1 1 2 -2. എന്നിട്ട് പുള്ളിയുടെ ട്രാൻസ്പോസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 -2 1 1 2 2 2 1 -2. സംഗതി ഇൻവേഴ്സ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അപ്പൊ ഞാൻ 1/3 ഇൻറ്റു 1/3 1/9. 2 ഇൻറ്റു 2 4 പ്ലസ് 1 5 പ്ലസ് 2 ഇൻറ്റു 2 4 9. 2 ഇൻറ്റു 2 -2 -4 പ്ലസ് 2 -2 പ്ലസ് 2 0. 2 ഇൻറ്റു 1 2 1 ഇൻറ്റു 2 2 4 2 പ്ലസ് 2 2 പ്ലസ് 2 4 പ്ലസ് 2 ഇൻറ്റു -2 4 -4 0. സിമിലർലി നിങ്ങൾ ബാക്കിയുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഡിവൈഡഡ് ബൈ 9 അകത്തേക്ക് എടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. സോ ഇതാണ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് തന്നെ അയാളുടെ ഇൻവേഴ്സ് ആയി മാറുന്ന സാഹചര്യം, അതാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. കഴിയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കഴിയും. ഇനി ഇവരുടെ പ്രത്യേകത, ഈ 3 മെട്രിക്സിന്റെയും ചെറിയ ചെറിയ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. തിയറമാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രൂഫ് പഠിക്കാനില്ല. എന്താണ് പറയുന്നത് നോക്കി. ദ ഐഗൺ വാല്യൂസ് ഓഫ് എ symmetric matrix are real. അതായത് ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ, നമ്മൾ ഒരുപാട് ഐഗൺ വാല്യൂ പറ്റി പഠിക്കുന്നില്ല, കുറച്ച് കാര്യം സത്യം പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഒരു മെട്രിക്സിന് ഐഗൺ വാല്യൂ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പറും ഒക്കെ വരാം കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഐഗൺ വാല്യൂ റിയൽ നമ്പർ, നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണ റിയൽ നമ്പർ മാത്രമേ വരത്തുള്ളൂ. സിമ്മട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എല്ലാം റിയൽ ആയിരിക്കും, അതൊരിക്കലും മാറും, കോംപ്ലക്സ് നമ്പർ ആവില്ല. അടുത്ത തിയറം, ദ ഐഗൺ വാല്യൂസ് ഓഫ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. Eigen value of a skew symmetric matrix. Skew symmetric matrix and eigen value are pure imaginary. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ഇമാജിനറി നമ്പർ എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? എ പ്ലസ് ഐ ബി പഠിച്ചിട്ടുണ്ടാവും. ഈ എ വാല്യൂ 0 ആയിരിക്കും, ഐ ഇൻറ്റു ബി ഇതായിരിക്കും അയാളുടെ ഫോമാറ്റ്. അതായത് 2i 3i 10i √2 × i. ആ ഫോർമാറ്റിൽ ഇരിക്കുന്ന നമ്പറാണ് പ്യുവർ ഇമാജിനറി എന്ന് നമ്മൾ പറയുന്നത്. പ്യുവർ ഇമാജിനറി ഓർ സീറോ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ പ്യുവർ ഇമാജിനറി ഐ ഇൻറ്റു 2i 3i 10i √2 × i അങ്ങനത്തെ ഫോർമാറ്റിലോ അല്ലെങ്കിൽ സീറോ ആയി. ഒന്നാമത്തെ കാര്യം, ഐഗൺ വാല്യൂ ഓഫ് എ സിമെട്രിക് മെട്രിക്സ് റിയൽ ആയിരിക്കും, റിയൽ നമ്പറേ വരും. അടുത്തെന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ പ്യുവർ ഇമാജിനറിയോ അല്ലെങ്കിൽ സീറോയോ വരുന്നു. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, ക്യാൻ 4 + 3i ഈസ് അല്ലെങ്കിൽ ഈസ് 4 + 3i ആൻ ഐഗൺ വാല്യൂ ഓഫ് എ സിമെട്രിക് അല്ലെങ്കിൽ ഒരു സിമെട്രിക് മെട്രിക്സ് അവർ തന്നിരിക്കുന്നത് സിമെട്രിക് ആണ് നമ്മൾ തിരിച്ചറിയണം. 4 + 3i ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആണ്. 1 മാർക്കിന് 2 മാർക്കിനുള്ളത്. അവിടെ ഇരുന്നുകൊണ്ട് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ട പ്രൊസീജിയറിലേക്ക് കടക്കരുത്. സംഗതി അത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് തിരിച്ചറിയുക. സിമെട്രിക് മെട്രിക്സിന് ഒരിക്കലും കോംപ്ലക്സ് വാല്യൂ ഐഗൺ വാല്യൂ ആയിട്ട് വരില്ല, അതുകൊണ്ട് അത് നിഷേധിക്കുക. Can 4 be an eigen value of a skew symmetric matrix? Skew symmetric matrix തന്നിരിക്കും, ഡയഗണലെല്ലാം 0 പിന്നെ മൈനസ് ഒക്കെ വെച്ച് തന്നു. Can 4 be an eigen value of a given matrix എന്ന് പറഞ്ഞിട്ട് skew symmetric matrix. 4 പ്യുവർ ഇമാജിനറി അല്ല, 0യും അല്ല. അതുകൊണ്ട് അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആവില്ല. അല്ലാതെ അവിടെ ഇരുന്ന് ഐഗൺ വാല്യൂ കണ്ടുപിടിച്ച് നമ്മുടെ സമയം കളയരുത്. കാരണം അതൊരു വലിയ പ്രോബ്ലമാണ്. അത് 2 മാർക്കിൽ ചോദിക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി, ദ ഡിറ്റർമിനന്റ് of an orthogonal determinant of an the determinant of an orthogonal matrix is plus or minus 1. ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട 3 തിയറം. ഇവിടെ ഉള്ളതിൽ 3 തിയറം ഇത്രയേ ഉള്ളൂ. ഐഗൺ വാല്യൂ ഓഫ് എ സിമെട്രിക് മെട്രിക്സ് റിയൽ ആണ്. ഐഗൺ വാല്യൂ ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പ്യുവർ ഇമാജിനറി ഓർ സീറോ ആണ്. ഡിറ്റർമിനന്റ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. 1 അല്ലെങ്കിൽ -1. ശരി, അപ്പൊ ആ കാര്യം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളൊരു പ്രോബ്ലം പറയാം. +2 കാര്യമായി മെട്രിക്സിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ആ സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ any square matrix A can be represented as sum of symmetric and skew symmetric matrix നമ്മൾ +2 കാര്യമായി ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം. നിങ്ങളുടെ കയ്യിൽ ഏത് സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിലും ആ സ്ക്വയർ മെട്രിക്സിനെ ഒരു സിമ്മട്രിക് മെട്രിക്സിന്റെയും മറ്റൊരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെയും സമ്മായി എഴുതാൻ കഴിയും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്: A = A + A ട്രാൻസ്പോസ്
ഒരു മെട്രിക്സിന്റെ കൂടെ അയാളുടെ ട്രാൻസ്പോസ് കൂട്ടുക, എന്നിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. ഒരു മെട്രിക്സിന്റെ കൂടെ അയാളുടെ ട്രാൻസ്പോസ് കുറയ്ക്കുക, എന്നിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കാര്യം കിട്ടിയിട്ടുണ്ടാവും. ഈ ഇരിക്കുന്നവൻ ഒരു സിമ്മട്രിക് മെട്രിക്സും ഈ ഇരിക്കുന്നവൻ ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും ആയിരിക്കും. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ അയാളുടെ ട്രാൻസ്പോസ് കൂട്ടിയിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. സിമ്മട്രിക് മെട്രിക്സ് അയാളിൽ നിന്ന് അയാളുടെ ട്രാൻസ്പോസ് കുറച്ചിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. ഇവർ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എ എന്ന മെട്രിക്സ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തു തരാം. ഒരേ ഒരു പ്രോബ്ലം. എക്സ്പ്രസ് capital A equal to 1, 2, 4, 3, -2, 5, 7, 9, 8 as a sum of symmetric and skew symmetric matrix. ഈ തന്നിട്ടുള്ള മെട്രിക്സിനെ ഒരു സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെ സം ആയിട്ട് എഴുതുക. ക്യാപിറ്റൽ എ എന്റെ കയ്യിലുണ്ട്, ഞാനത് എഴുതുന്നു. 1, 2, 4, 3, -2, 5, 7, 9, 8. ഞാൻ അയാളുടെ ട്രാൻസ്പോസ് എടുക്കുന്നു. 1, 2, 4, 3, -2, 5, 7, 9, 8. ഞാൻ രണ്ടുപേരെയും കൂടെ കൂട്ടുന്നു. A + A ട്രാൻസ്പോസ്. 1 + 1 2, 2 + 3 5, 4 + 7 11, 3 + 2 5, -2 + -2 -4, 5 + 9 14, 4 + 3 11, 9 + 5 14, 8 + 8 16. നിങ്ങൾ തന്നെ നോക്കൂ. ഡയഗണൽ എലമെന്റ് മൈൻഡ് ചെയ്യേണ്ട, ഓഫ് ഡയഗണൽ എലമെന്റ് ഉണ്ട്. 5 5, 11 11, 14 14. സിമ്മട്രിക് മെട്രിക്സ് റെഡി. അയാൾ ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ഞാൻ പറഞ്ഞിരുന്നു. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ. രണ്ട് എയും എ ട്രാൻസ്പോസും കൂടെ കൂട്ടിയപ്പോ എനിക്ക് കൃത്യമായിട്ട് സിമ്മട്രിക് മെട്രിക്സ് കിട്ടി. അയാളെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ എന്നേ ഉള്ളൂ. സ്റ്റിൽ സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇനി എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറയ്ക്കുന്നു. 1 - 1 0, 2 - 3 -1, 4 - 7 -3, 3 - 2 1, -2 - -2 0, 5 - 9 -4, 7 - 4 3, 9 - 5 4, 8 - 8 0. ഡയഗണലിൽ മുഴുവനും 0, -1 1, -3 3, -4 4. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞു. സിമ്മട്രിക് മെട്രിക്സ് കിട്ടി, സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് കിട്ടി. അടുത്ത് രണ്ടുപേരെ കൂടെ കൂട്ടി വെക്കുന്നു. ക്യാപിറ്റൽ എ ജസ്റ്റ് എ സെക്കൻഡ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്മുടെ 1, 2, 4, 3, -2, 5, 7, 9, 8 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്മുടെ സിമ്മട്രിക് മെട്രിക്സ് 2, 5, 11, 5 - 4 14, 11 14 16 plus skew symmetric matrix half into 0 -1 -3, 1 0 -4 3
4 0. വെറുതെ ഒന്ന് കൂട്ടി നോക്കാം. 2 + 0 2 ഡിവൈഡഡ് ബൈ 2 1. 2 + 0 2 ഡിവൈഡഡ് ബൈ 2 1. കൃത്യം 1 കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സംഗതി നോക്കാം. 2 ആണ് കിട്ടേണ്ടത്. 5 + -1. 5 + -1 4. 4 ഡിവൈഡഡ് ബൈ 2 2. അടുത്ത 11 + -3. 11 + -3 is 8. 8 ബൈ 2 4. കൃത്യമായി കിട്ടിക്കോളും. ഇതാണ് പ്രൊസീജിയർ. +2 നമ്മൾ കാര്യമായി പഠിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വീണ്ടും പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. സ്ക്വയർ മെട്രിക്സ് തന്നെ ആയിരിക്കണം. മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോസ് എടുക്കണം, കൂട്ടണം. സിമ്മട്രിക് മെട്രിക്സ് കിട്ടും. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ മറക്കരുത്. കുറയ്ക്കണം. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് കിട്ടും. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ മറക്കരുത്. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് കണ്ടുപിടിച്ചു. രണ്ടുപേരെയും കൂടെ സം ചെയ്ത് അവസാനം കാണിക്കുന്നു. കഴിയും. ഇത്രയേ ഉള്ളൂ. ഫുൾ മാർക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് പറയാൻ. ഇതോടുകൂടി നമ്മുടെ ഒരു പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഡെഫിനിഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.